ഞാൻ കറുത്തിട്ടായിട്ടുള്ള ഒരു കാരണം കൊണ്ട് എന്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒന്നും എന്നെ ഇഷ്ടമല്ലേനു കേട്ടോ. ഞാൻ കറുത്തിന്റെ കുറ്റപ്പി ഞാനായിട്ട് ജനിച്ചപ്പോ കറുത്തിട്ട് വേണം പറഞ്ഞ് ജനിച്ചതൊന്നുമല്ലല്ലോ. എന്റെ അപ്പ നല്ല കറുത്തിട്ടാണ്, എന്റെ അമ്മ നല്ല വെളുത്തിട്ടുമാണ്. അപ്പൊ ഇപ്പന്റെ കളറാണ് എനിക്ക് കിട്ടിയത്. അതിനിപ്പോ ഉമ്മാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇപ്പാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തിനാ ഞാൻ കറുത്തു ചോദിച്ചിട്ട് ഒരു കാര്യമല്ലല്ലോ. അപ്പൊ പിന്നെ എന്റെ ക്ലാസ്സിലെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നെ കറുത്തോണ്ട് ഇതാക്കണത് എന്നൊന്നും എനിക്കറിയില്ല. ഇതുങ്ങൾ എന്നെ കറുത്തോളെ, കാക്കച്ചിയെ, കരിക്കട്ടെ, കരിങ്കൊയ്യെ, അങ്ങനെ പല ജാതി പേരുകളാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അന്നൊക്കെ ആ കാലത്തൊക്കെ കരഞ്ഞ് 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 നമ്മൾ കണ്ണീര് വറ്റുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിൽ കൂടെ ഒക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ഇന്നൊന്ന് ഈ സ്കൂളിൽ നിന്ന് മാറ്റി തരി, എനിക്ക് മടുത്തുകൾ ഈ സ്കൂളിൽ നിന്നൊക്കെ ഞാൻ എന്റെ അപ്പാനോടും ഉമ്മാനോടും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ തരണം ചെയ്യണം, അങ്ങനെയാണ്, തേങ്ങയാണ്, മാങ്ങയാണ് പറഞ്ഞാണ്ട് ഇന്നെ അങ്ങോട്ട് ഒരുമാതിരിപ്പെട്ട പഠിപ്പിച്ചേക്കാണ് ആ സ്കൂളിൽ വെച്ച്. മാറ്റി തരൂലെന്ന് പറഞ്ഞിട്ട്, വീടിന്റെ അടുത്തുള്ള സ്കൂളാണ്, നടന്നു പോയാൽ മതി. ഇനിയിപ്പോ അത്യാവശ്യം നല്ല പൈസ കുറഞ്ഞ ഒരു കുടുംബത്തിലും കൂടി ഉള്ളതാണ് ഞാൻ. അപ്പൊ ഇനിയിപ്പോ വേറെ സ്കൂളിലേക്ക് ചേർത്താണെന്നുണ്ടെങ്കിൽ അതിന് വണ്ടിക്കൂലിയും കൂടി വേണ്ട, അപ്പൊ ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറഞ്ഞാണ്ട് ആ ഒരു ധീരം കണ്ട് കഷ്ടപ്പെട്ട് എന്താ മാനസിക നില തെറ്റി എന്നൊക്കെ പറയില്ല, അമ്മാതിരി കോലത്തിലൊക്കെ പഠിച്ചു പോയതാണ് ഞാൻ അവിടെ. ഞാൻ എന്ത് കാട്ടിയാലും അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്തും. ഇപ്പൊ ഞാൻ ഒന്നും കാട്ടിയിട്ടില്ല, വേറെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓള് ചെയ്തത് ഇക്കാരം എന്ന് പറഞ്ഞാണ്ട് അതും ടീച്ചേഴ്സിനോട് പോയി പറഞ്ഞു കൊടുക്കും. ഞാൻ മനസ്സാവാജ അറിഞ്ഞിട്ടും കൂടി ഇല്ലാത്ത കാര്യമൊക്കെ എന്റെ തലയിൽ കൊണ്ടേ കെട്ടി വെക്കുക. ഒരു ദിവസം ഈ സ്കൂളിൽ ആൻസർ ഷീറ്റ് കിട്ടുന്ന സമയത്ത് ടീച്ചേഴ്സ് അമ്മമാരോട് സൈൻ ചെയ്യാൻ പറയും, അതായത് ഓല് കണ്ടുകിണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്റെ അമ്മാന്റെ പേരെഴുതിങ്ങളുടെ ഇടയിൽ ഒരു വരട്ടെ എന്റെ അമ്മാന്റെ ഒപ്പായി, അത്രേ ഉള്ളൂ. അതാണ് എന്റെ അമ്മാന്റെ ഒപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഇമ്മാന്റെ ഒപ്പ് ഇട്ടുകൊണ്ട് ഞാൻ കൊണ്ട് ടീച്ചർക്ക് കാണിച്ചു കൊടുത്തു. ടീച്ചർ ഓക്കെ പറഞ്ഞു. എന്നിട്ട് പക്ഷേങ്കിൽ ഇന്റെ അപ്പുറം ഇവിടെ ഇരിക്കണ എന്റെ 2-3 കുട്ടികൾ വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇത് ഒപ്പിട്ടല്ലേ ചോദിച്ചു. ഞാൻ ഒപ്പിട്ടൊന്നും അല്ല പറഞ്ഞു. എന്നിട്ട് ഓലിന്റെ ഡയറി ചോദിച്ചു. ഡയറിയിൽ ലീവ് ലെറ്റർ എഴുതി ഒപ്പിട്ടിട്ടുണ്ടാവുമല്ലോ, അപ്പൊ അത് ചോദിച്ച് എന്റെ ആൻസർ ഷീറ്റും ചോദിച്ച്. എന്നിട്ട് ഓല് ഒപ്പ് രണ്ടും നല്ലോണം താരതമ്യം ചെയ്ത് നോക്കി നോക്കി അവസാനം എന്നിട്ട് ഓല് കണ്ടുപിടിച്ചു ഞാൻ അത് ഒപ്പിട്ട ഞാനാണ്. ഞാൻ ഒരട്ടം തിരിഞ്ഞു നോക്കിയപ്പോൾ ഓല് എന്റെ ആൻസർ ഷീറ്റ് ഇങ്ങനെ മാർക്ക് ഇങ്ങനെ കാര്യമായിട്ട് കണക്കൂട്ടണതാ കണ്ടത്. അപ്പൊ അതുപോലെ അഭിനയിക്കുന്നു, അതെനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ടീച്ചർ വന്നപ്പോൾ ടീച്ചറോട് എന്റെ ആൻസർ ഷീറ്റും ഡയറിയും കൊണ്ടേ കൊടുത്തിട്ട് ഓല് പറയാം ഇത് ഓൾ ഒപ്പിട്ടതാണെന്ന്. അതുവരെ ഞാൻ അന്തം വിട്ടുപോയി. ഇതുവരെ ഇവരെന്തിനാ എന്റെ പേപ്പർ ചോദിച്ചൊന്നും കൂടി എനിക്ക് അറിയില്ലേനു. എന്നിട്ട് ഞാൻ അന്തം വിട്ട് നോക്കിയപ്പോൾ ടീച്ചർ എന്നോട് ചോദിച്ചു ഇത് ചൊപ്പിട്ടതാണെന്ന് ചോദിച്ചു. അല്ലാറോ സത്യം പറഞ്ഞത് ചൊപ്പിട്ടല്ലോ ചോദിച്ചു. അപ്പൊ ഇവരും തന്നെ ആണ് ടീച്ചറെ ഓളൊപ്പിട്ടതാണത്, ഇത് വെറുതെ നോണ അറിയാണ് പറഞ്ഞങ്ങാണ്ട് ടീച്ചർ എന്നെ തല്ലി, വടിയെടുത്ത് തല്ലി ഞാൻ ഒപ്പിട്ടതാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അന്ന് ഞാൻ കരഞ്ഞൊരു കരച്ചിലുണ്ട്. എന്റെ അമ്മയാണ് അത് ഒപ്പിട്ടത്. എന്നിട്ട് ഞാൻ വീട്ടിലെത്തി കരഞ്ഞ് പറഞ്ഞു, ഇവര് രണ്ടാളും കൂടി പറഞ്ഞ് ഇന്നെ ടീച്ചർ അടിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് പിറ്റേന്ന് ഉമ്മ സ്കൂളിലേക്ക് വന്ന് അത് ഒപ്പിട്ടത് ഞാനാണ്, ആരാണ് ഓലോട് പറയാൻ, ഓലാണോ തീരുമാനിക്കേണ്ടതെന്ന് ചോദിച്ചങ്ങാണ്ട് ടീച്ചറേയും ചീത്തറിഞ്ഞു, ഈ 2 കുട്ടികളെയും ചീത്തറിഞ്ഞു. പിന്നെ അതിന് ശേഷം ടീച്ചർക്കും ഇന്നെ ഇഷ്ടമല്ല, ഈ കുട്ടികൾക്കും പണ്ടേ ഇന്നെ ഇഷ്ടമല്ല. അതുകൊണ്ടാണല്ലോ ഇമാതിരി സ്വഭാവം. ആർക്കൊക്കെ എങ്ങനെ